ദിലീപിനെതിരെ സുപ്രീം കോടതിയിലെ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്ന ചില വസ്തുതകൾ ഇപ്പം വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, അതിജീവിതയെ പീഡിപ്പിച്ച കാര്യങ്ങൾ 2017, ഏകദേശം 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ ഏകദേശം തീരാറായി എന്ന് പറയാം. എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പൾസർ സുനിക്ക് ജാമ്യത്തിനായി പൾസർ സുനി വീണ്ടും സുപ്രീം കോടതി ചെന്നിരിക്കുന്നു. പൾസർ സുനിക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നത് ദിലീപിൻ്റെ ഭാഗം പക്ഷക്കാരാണ് എന്നാണ് പറയുന്നത്. കാരണം സുപ്രീം കോടതിയിലെ പല പ്രാവശ്യമായി പൾസർ സുനി ജാമ്യത്തിന് പോകുന്നു. സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാൻ എത്ര ലക്ഷം രൂപ വേണമെന്ന് നമുക്കറിയാം. വളരെയധികം പ്രാവശ്യമായി, 6-7 പ്രാവശ്യമായി സുപ്രീം കോടതിയിലെ പൾസർ സുനി ജാമ്യത്തിന് ശ്രമിക്കുന്നു. അതിൻ്റെ പിന്നിൽ ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും ഇപ്പം സുപ്രീം കോടതിയിലെ കേരള പോലീസ് പ്രോസിക്യൂഷൻ കൊടുത്ത ചില കാര്യങ്ങൾ സുപ്രീം കോടതി ശ്രദ്ധയിൽ വരുമെന്ന് ഞാൻ കരുതുന്നു. ഈ കേസ് നടന്നിട്ട് 7 വർഷമായി. അതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ട് ഏകദേശം 261 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ഭാഗത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ 85 ദിവസമാണ് വിസ്തരിച്ചത്. 3 മാസം 90 ദിവസത്തോളം വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രോസിക്യൂഷൻ ഇൻസ്പെക്ടറെ അല്ലെ പ്രോസിക്യൂഷൻ ഭാഗത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ 90 ദിവസത്തോളം വിസ്തരിച്ച സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ഗ്യാപ്പിൽ ഇടയിട്ടൊക്കെ ചിലപ്പം അസ്തരിച്ചൊക്കെ വന്നേക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസം വിസ്തരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ കേസ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ട് പോകാനാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത്. തുടക്കം മുതലേ അങ്ങനെയാണ്. ഒരു തരത്തിലും കേസ് മുന്നോട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുപോകാൻ പാടില്ലാത്ത രീതിയിൽ പല പല ന്യായങ്ങളും പല പല യുക്തികളും പല പല നിയമപ്രശ്നങ്ങളും എടുത്തു പൊക്കി അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോയി വീണ്ടും കറങ്ങി വരും. ഡിലേ കൃത്യമാണ്. അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അല്ല, അത് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഡിലേ വരുന്നത് എന്ന് കൃത്യം. പ്രോസിക്യൂഷനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പ്രതിഭാഗം ആരോപിക്കുമെങ്കിലും അത് കൃത്യമായി പ്രോസിക്യൂഷൻ ഭാഗത്തെ വിസ്താരത്തിൽ നമുക്കത് മനസ്സിലാവും. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏകദേശം 3 മാസം കോടതിയിൽ നിർത്തി അവരെ പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ എല്ലാ ലെവലിലും എല്ലാ രംഗത്തും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എല്ലാം വളരെ സ്ലോയിലാണ്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലെ സൈബർ SP സുനിലിനെ, ഡോക്ടർ സുനിലിനെ 21 ദിവസമാണ് വിസ്തരിച്ചത്. ഈ കേസിലേക്ക് തെളിവുകൾ കൊടുത്ത അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ ബാലേന്ദ്രകുമാർ, അദ്ദേഹം സുഖമില്ലാതെ ഇരുന്നിട്ടും ഏകദേശം 36 ദിവസം അദ്ദേഹത്തിനെ വിസ്തരിച്ചിരിക്കുന്നു. അതുപോലെ സൈബർ ഫോറൻസിക് ഉദ്യോഗസ്ഥയുണ്ട്, അവരെ 13 ദിവസമാണ് വിസ്തരിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ തുടക്കത്തിൽ പ്രോസിക്യൂഷൻ അതിജീവിതയെ വിസ്തരിച്ചു, പ്രതിഭാഗം ക്രോസ് ചെയ്തു, അത് 7 ദിവസം നീണ്ടു നിന്നു. പക്ഷേ 8 പ്രതികളിലെ 6 പ്രതികളെ ആ പ്രോസിക്യൂഷനിലെ അതിജീവിത കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യത്തിന് പങ്കെടുക്കാത്ത ദിലീപ് ആണ് ഇത് പ്ലാൻ ചെയ്തത്. 120B ഗൂഢാലോചനയിലാണ് ദിലീപിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യസ്ഥലത്ത് ദിലീപില്ല. കാറിനകത്ത് ആ പ്രതികൾ മാത്രമേ, തിരിച്ചറിഞ്ഞ പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൾസർ സുനി 1ാം പ്രതിയാണ്. സുപ്രീം കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല പൾസർ സുനിക്ക്. കാരണം ഇയാളെ ദൃശ്യങ്ങൾ കൈവശമുണ്ട്. അത് വെളിയിൽ തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്യും. അത് അതിജീവിതയുടെ വലിയ അപമാനകരമാണ്. രണ്ടാമത് അവർക്ക് അപകടമാണ്, അവരുടെ ജീവൻ തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. കേസിൻ്റെ ഡിസ്പോസൽ
വരെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദഗതി. വിചാരണയിലെ മിക്ക പ്രതികളും ഹാജരാകില്ല. അതിന് അപേക്ഷ കൊടുക്കും, മനഃപൂർവ്വം കേസ് നടത്താതിരിക്കാൻ. അപേക്ഷ കൊടുത്തിട്ട് പ്രതികളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരു കേസിൻ്റെ വിചാരണ വേദിയിൽ അത്യന്താപേക്ഷിതമാണ്. കോടതിയിൽ നടക്കുന്ന വിചാരണകൾ, അതിന് പ്രതിക്കെതിരായി വരുന്ന തെളിവുകൾ എല്ലാം പ്രതി ഈ കോടതിയിൽ നിന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ട് വിചാരണ സമയത്ത് പ്രതികളെല്ലാവരും സന്നിഹിതരായിരിക്കണം. പക്ഷേ പല സന്ദർഭങ്ങളിലും ആ പ്രതികൾ ആ സിനിമയിലെ നടൻ്റെ വക്കീലിൻ്റെ ജൂനിയേഴ്സാണ് എന്നാണ് പറയുന്നത്. അപ്പം സൗകര്യം പോലെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനനുസരിച്ച് കോടതി ട്രയൽ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട്. അത് തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, 3 കോടതിയിലെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിരിക്കുകയായിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അത് 2018 ജനുവരിയിൽ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും, അതുപോലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ നിന്ന് ഡിസംബർ 2018, വിചാരണ കോടതിയിലെ ജനുവരി 2021 ഇതിൻ്റെ ദൃശ്യങ്ങൾ ആരോ പകർത്തിയിരിക്കുന്നു. അവയൊരു ഹൈക്കോടതി ശ്രദ്ധയെ വന്നു. ഹൈക്കോടതി ചില ഡയറക്ഷൻസ് അതിന് കൊടുത്തിരുന്നു. അപ്പോൾ അത് തന്നെയല്ല, ഇതിൻ്റെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നു എന്ന് ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ കോടതി കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രതികൾ എല്ലാവരും അകത്താണ്. അതേസമയത്ത് വെളിയിലുള്ള പ്രതികൾ 1-2 പേരുണ്ട്. അവരാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും പയറ്റുന്ന കൂട്ടത്തിൽ ഈ ദൃശ്യങ്ങളും അതിൻ്റെ ആഷ് വാല്യൂവിലും മാറ്റം സംഭവിപ്പിച്ചു. കോടതിയിൽ നിന്ന് 3 സ്ഥലത്ത് നിന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ ചോർത്തിക്കൊണ്ടുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിലെ പോലീസ് പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് നിരത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അത് കേസിനെ ദൂഷ്യം ചെയ്യും. എങ്കിലും ഇപ്പം 261 സാക്ഷികളെ വിസ്തരിച്ചും കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെയും വിസ്തരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി പ്രോസിക്യൂഷൻ ഭാഗം എവിഡൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി വിസ്താരം കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റു വക്കീലന്മാരുടെ ചില വാദഗതികളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇനിയും നീളാം. ഇനി ഒരു 3 മാസം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നണില്ല. 6 മാസം വരെ വലിച്ചു നീട്ടും ഇത്. അതുകൊണ്ട് ഒരു കേസിൻ്റെ പ്രോസിക്യൂഷൻ എത്ര ദുഷ്കരമാണ് എന്ന് ദിലീപ് കേസിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലായി. അത് തന്നെയല്ല, സാമ്പത്തികമുള്ള പ്രതികളാണ്, മലയാള സിനിമയിലെ മുടിച്ചുന മന്നന്മാരാണ്. അപ്പോൾ അവർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ വരുമ്പം വാദിയായ ഭാഗത്തും ഗവൺമെൻറ് ഭാഗത്തും വളരെയധികം പ്രഷറും വളരെയധികം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും പതുക്കെ കേരള പോലീസ് ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോയി. അതിന് എല്ലാ തടസ്സങ്ങളും നീക്കി വന്നപ്പോൾ ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരുന്നുണ്ട് ഇതുപോലുള്ള പ്രോസിക്യൂഷൻ. മലയാള സിനിമയിൽ ധാരാളം 10-18ഓളം മലയാള സിനിമയിലെ നടന്മാർക്കെതിരായിട്ടുള്ള കേസുകൾ ഹേമ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. വൻമരങ്ങൾ ഇനി വീഴും എന്നാണ് കരുതുന്നത്. അവർക്കെതിരായിട്ടും കേസുകൾ വരും. അടുത്ത ദിവസം നമുക്കത് കാണാം.